അപ്പോൾ ഇന്നത്തെ ഒരു വെറൈറ്റി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ലൈറ്റ് വെയ്റ്റ് 5 പവൻ്റെ വെഡ്ഡിങ് സെറ്റാണ്. 3 മാലയും 4 വളയും 2 മോതിരവും ഒരു ജോഡി കമ്മലടങ്ങുന്ന ഒരു അടിപൊളി വെഡ്ഡിങ് സെറ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ വന്നൊരു കമൻറ്റാണ് 5 പവൻ്റെ വെഡ്ഡിങ് സെറ്റ് കാണിക്കുമെന്നുള്ളത്. അപ്പോൾ 5 പവനിൽ വരുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള വെഡ്ഡിങ് സെറ്റാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ആദ്യത്തെ മാലയായിട്ട് എടുത്തിട്ടുള്ളത് ലെപ്പ നെക്ലസ് ആണ്. ലൈറ്റ് വെയ്റ്റ് ആണ്, 6 ഗ്രാമാണ് അതിൻ്റെ തൂക്കം വരുന്നത്. അത് ഷോർട്ട് നെക്ലസ് ആയിട്ട് ഇടുമ്പോൾ നല്ല കാഴ്ച വരുന്ന രീതിയിലാണ് നമ്മൾ ആ നെക്ലസ് ആദ്യത്തെ മാലയായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാഴ്ച കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് നെക്ലസ് ഉപയോഗിക്കുന്നത്. ലോക്കറ്റ് ടൈപ്പുള്ള നെക്ലസും ഉണ്ട്, പക്ഷേ കുറച്ചുകൂടെ കാണാനായിട്ട് കാഴ്ച കൂടുന്നത് ഇതായതുകൊണ്ടാണ് നമ്മൾ ഈ നെക്ലസ് ആദ്യം വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ഒരു ചെറിയ മാങ്ങ മാലയിൽ ലക്ഷ്മി വരുന്ന ഒരു ചെറിയ നെക്ലസ്സാണ് എടുത്തിട്ടുള്ളത്. അത് ഏകദേശം ഒരു 4 ഗ്രാമാണ് അതിൻ്റെ തൂക്കം വരുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് മുകളിലേക്ക് ഇട്ടിട്ട് ആ ലെപ്പ മോഡൽ താഴത്തേക്ക് നമുക്ക് മാറ്റിയിടാം. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റിയിടാൻ പറ്റും. നമ്മൾ വെയിറ്റ് മാക്സിമം കുറച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 4 ഗ്രാമിൻ്റെ നെക്ലസ്സൊക്കെയാണ് ഏറ്റവും കുറഞ്ഞ വെയിറ്റിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അവസാനമായിട്ട് എടുത്തിട്ടുള്ളത് ആദ്യം എടുത്ത ഷോർട്ട് ലെപ്പയുടെ തന്നെ ലോങ് ലെപ്പ എന്ന് പറയുന്നൊരു ഡിസൈനാണ്. അതിനകത്ത് ചെറിയൊരു സൈഡിലൊരു തത്തയുടെ ഒരു ഡിസൈനും പിന്നെ താഴേക്ക് വി ഷേപ്പിൽ വരുന്ന കുറച്ച് ഡിസൈനാണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത്. നമ്മളിങ്ങനെ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫില്ലായി കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ നെക്ലസിൻ്റെ ടോട്ടലി വരുന്ന വ്യൂവിൻ്റെ അതായത് ഒരു ഡോളിൽ വെച്ചിട്ടുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഫൈനലായിട്ട് നെക്ലസ് മാത്രം വരുന്ന ഒരു ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ നമ്മളത് വെച്ചതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഫില്ലായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 3 മാല എല്ലാം കൂടെ ഏറ്റവും താഴത്തെ മാല ഏകദേശം ഒരു 14 ഗ്രാമും രണ്ടാമത്തെ മാല ഏകദേശം ഒരു 4 ഗ്രാമും ഏറ്റവും മുകളിലത്തെ മാല ഒരു 6 ഗ്രാമാണ് തൂക്കം വരുന്നത്. നമ്മൾ ഫസ്റ്റ് കാണുന്ന ഫ്രണ്ട് ഭാഗമായതുകൊണ്ട് തന്നെ മാല മാക്സിമം ഷോയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത് നമ്മൾ വള എടുത്തിട്ടുള്ളത് 4 ഗ്രാം വീതം, അതായത് ഏകദേശം ഒരു 3.5-4 ഗ്രാം വരെ വരുന്ന വെയിറ്റിലാണ് നമ്മൾ വള സെറ്റ് ചെയ്തിട്ടുള്ളത്. അകത്ത് ഫൈബർ ഇടാം, വളയാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ഓരോരുത്തരുടെ കൈയുടെ അളവ് അനുസരിച്ച് വെയിറ്റിൽ വ്യത്യാസം വരും. കാരണം 4 ഗ്രാമിൻ്റെ അളവെന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 2.2 അളവിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിലും വലിയ അളവൊക്കെ ആണെങ്കിൽ വളയുടെ തൂക്കത്തിൽ നമുക്ക് വ്യത്യാസം വരുത്തേണ്ടി വരും. പിന്നെ അളവ് ചെറുതാണെങ്കിൽ നമുക്ക് ഈ വള 2 ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഏതെങ്കിലും ഓർണമെൻറ്റ്സിൽ ആ വെയിറ്റ് ആഡ് ചെയ്യാൻ പറ്റും. അകത്ത് ഫൈബർ ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നാൾ ലാസ്റ്റ് ചെയ്യും കേട്ടോ വള. കാരണം 4 ഗ്രാം എന്ന് പറയുമ്പോൾ അതിൻ്റെ ബലം നമുക്ക് ഊഹിക്കാമല്ലോ. പക്ഷേ അകത്ത് ഫൈബർ ഇട്ട് ഇടുകയാണെങ്കിൽ കുറച്ചാൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഡെയിലി യൂസ് ചെയ്താലും അങ്ങനെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ അടുത്തത് നമുക്ക് 2 മോതിരമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം 1 ഗ്രാം 1.5 ഗ്രാം തൂക്കം വരുന്ന പൈപ്പിൻ്റെ ഒരു റിങ്ങും പിന്നെ ഹാഫ് റൗണ്ട് വരുന്ന ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു റിങ്ങാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് വെയിറ്റ് ഇപ്പോൾ ഈ വെയിറ്റ് ഇത് ഏകദേശം ഒരു 1.5-1.5-3 ഗ്രാം വരുന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഗ്രാം തൊട്ട് 1 ഗ്രാമിൻ്റെ മോതിരങ്ങൾ എടുക്കാം. 1 ഗ്രാം അല്ല, 1/2 ഗ്രാം തൊട്ട് മോതിരമുണ്ട്. നമുക്ക് 1 ഗ്രാമിൻ്റെ മോതിരമൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 3 മോതിരമൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് അത്യാവശ്യം ഷോ വരുന്ന രീതിയിൽ 2 മോതിരം നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ.
പിന്നെ അടുത്തായിട്ട് നമ്മൾ കമ്മൽ എടുത്തിട്ടുണ്ട്. കമ്മലെന്ന് പറയുന്നത് റോഡിയം മിക്സ് വരുന്ന അത്യാവശ്യം ഷോ വരും, എന്നാൽ നിങ്ങൾക്ക് ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ റോഡിയം മിക്സിൽ വരുന്ന ചെറിയ ചെയിൻ താഴേക്ക് കിടക്കുന്ന ഒരു ലോക്കറ്റൊക്കെ വരുന്ന ടൈപ്പ് ഒരു അടിപൊളി കമ്മലാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 3 ഗ്രാമാണ് അതിൻ്റെ തൂക്കം വരുന്നത്. നിങ്ങൾക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം ഷോ വരുന്ന ഒരു കമ്മലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ 2 മോതിരം, 3 മാല, ഒരു ജോഡി കമ്മൽ, 4 വള വരുന്ന 5 പവൻ. 5 പവനും 1 ഗ്രാമൊക്കെ അധികം വരും. ഏകദേശം 5 പവൻ, ഞാൻ റൗണ്ട് 5 പവനാണ്. നമുക്ക് വെയിറ്റ് ചെറിയ ഒരു ഐറ്റത്തിൽ ചെറിയ വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ വരുന്നതിൻ്റെ കാരണത്തിലാണ് ഏകദേശം ഒരു 5 പവനും 1 ഗ്രാമോളം നമുക്കിതിനകത്ത് അധികം വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വെഡ്ഡിങ് സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കല്യാണം വരുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ എൻക്വയറി നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുണ്ട്. നമുക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഈ ഓർണമെൻറ്റ്സൊക്കെ നമുക്ക് സ്വന്തമാക്കാം. ഏകദേശം 2.5% മുതലാണ് നമുക്ക് മേക്കിംഗ് ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ നമ്മളെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.